പക്ഷെ എനിക്ക് പുറത്തുന്ന ഏറ്റവും വികാരമായിപ്പോൾ നമ്മളെല്ലാം ഹൃദയത്തിൽ കൊണ്ടുപോകാൻ EMS മാത്രം അനീതിയോടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും അദ്ദേഹത്തോട് വാക്ക് മര്യാദയില്ലാത്തവരുമായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ എന്ന പോലെ സ്നേഹമായി പോലെ അത്രമേ ആദരവോടെ അത്രമേ ബഹുമാനത്തോടെ നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാഴ്ച സുന്ദരനോ സഖാവ് കുഞ്ഞാലിയെപ്പോൾ ഈ നാടിന്റെ ചരിത്രഗതികളിൽ നാടികെട്ടുകളായി ദീപസ്തംഭങ്ങളായി മാറുന്നത് സ്വന്തം ജീവിതം കൊണ്ട് പുതിയൊരു കാലഘട്ടത്തിലേക്ക് ജനതയെ നയിച്ചത് നാടുകളിൽ ത്യാഗം നിർമ്മിച്ചത് അങ്ങനെ ഒഴുകി ലഭിച്ചത് ആ മനുഷ്യരൊക്കെ മരിച്ചിട്ട് ഭരിക്കാത്തവരാണ് രക്തസാക്ഷിത്വങ്ങളിലൂടെ ദേഹയോഗങ്ങളിലൂടെ പക്ഷേ മരണത്തെ പരാജയപ്പെടുത്തിയവരാണ് അനശ്വരരായ യവന്മാരായ നമ്മോടൊപ്പം രക്തസാക്ഷി ദിനാചരണങ്ങളിലൊക്കെ ഇന്ത്യയെ വരിച്ചിട്ടില്ല, രക്തസാക്ഷികൾ വരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിൽ ഒന്ന് കുഴിച്ചിട്ടാൽ ഒന്ന് വരാനില്ല, പിന്നെയും ഉറച്ചു കൊടുക്കും എന്നൊരു അതെല്ലാം രക്തസാക്ഷി ദിനാചരണങ്ങളുടെ വൈകാരിക ആവേശത്തെ ചെയ്യുന്ന ആലങ്കാരികമായി നാം പുറപ്പെടുവിക്കുന്ന വാക്യപ്രയോഗങ്ങൾ മഹാത്മാഗാന്ധിയുടെ യേശു ക്രിസ്തുവിനെ ചെയ്തു വേണമെന്ന് നമ്മുടെ കൂട്ടുപറമ്പ് രക്തസാക്ഷികളുടെ ലോകം കൊണ്ട എല്ലാ രക്തസാക്ഷികളും ഇന്നും ആകാശത്തിന്റെ അപാരതകളിൽ പ്രകാശം പിടിക്കുന്ന നക്ഷത്രങ്ങളായി ജീവിച്ചു നിൽക്കുന്നത് അവരൊക്കെ ജീവിതം നാടിനു വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ്. അതെല്ലാം ശരിയാവണ്ണം തിരിച്ചറിയുകയും ആയിരമെട്ട നാമത്തിൽ നാം ഉറപ്പിച്ച അർത്ഥപൂർണമായ തിരിച്ചറിവുകളാണ് എന്നത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ സങ്കുചിതമായ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു നടക്കാനാണ്. നാട്ടുകൾ എന്ന് പറഞ്ഞാൽ നാടിന്റെ ഒരു പത്രമാണ്. നാടെന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശം എന്നല്ല, ആളുകൾ അഭിനന്ദിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് സൈനികമായ ഒരു ഭൂപ്രദേശത്ത് ഒരാൾ പോലുമില്ലെങ്കിൽ അതിനൊരു നാടെന്ന് ഒരു ഭൂപ്രദേശത്തെ നാടാക്കി മാറ്റുന്നത് മനുഷ്യരുടെ മാത്രമാണ്. മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടി പ്രയത്നിക്കാൻ പ്രവർത്തിക്കാൻ സമർപ്പിതമായ ജീവിതം നാം സാധാരണഗതിയിൽ ജീവിക്ക് സ്വാഭാവികമായി മരിച്ചു പോകുന്ന ഒരു മനുഷ്യജന്മമല്ല എന്ന് ഉറപ്പിക്കാനാണ് നമ്മുടെ കാലഘട്ടത്തോട് ഏറ്റവും സക്രമമായി ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കാൻ ഇടപെടാൻ നമുക്ക് നമ്മളിൽ പ്രാണനംശം അവശേഷിക്കുന്ന കാലത്തോളം ഒരു അനീതിയോടും പങ്കുചേരിക്കാനായി നാം സ്വീകരിക്കുന്ന നിലപാടിൽ ഏതെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും ധീരമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉറപ്പിക്കാനാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശരിയായ ഏറ്റവും കരുത്തരായ ഈ കാലഘട്ടത്തിന്റെ എല്ലാ ജീവിതങ്ങളോടും സന്ധി ചെയ്യാതെ പ്രകടിക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ എല്ലാ മതിലുകളെയും തകർത്തുകളായി എല്ലാ അപകടങ്ങളെയും ഇല്ലാതാക്കുക ഒരു പുതിയ മനുഷ്യ സംഗീതമാണ് വളർന്നു വരാൻ ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും എല്ലാ മുഖത്തോടുകൂടി അങ്ങനെ ഈ നാടിനെ നമ്മുടെ കാലഘട്ടത്തിലെ ഒരു നല്ല നാടാണ് എല്ലാ കാലത്തും നടന്നതാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ സാധിക്കട്ടെ എന്ന് മാത്രം ഇതിനെയോടെ സമീപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അടുത്തതായി ഈ രീതി നാട്ടുകളിലേക്ക് മാറുവാൻ നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ ആദരിക്കുന്ന പ്രകാരം നമ്മുടെ നാടിനെ കുറിച്ച് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ലഭിച്ച നാടിന്റെ അഭിമാനമായ ആദരിക്കുകയാണ്. പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് ഈ സമാധാന അതിനുമുമ്പായി ഈ പ്രതിഭകളെ
ഇതാ നിങ്ങൾ ഓരോന്ന് നാടിന്റെ പേരാളി കേട്ടാ കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറായി മാറുകയാണ്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നൃത്തപ്രതിഭയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടന്നിട്ടുള്ള പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് കുമാരി അശ്വിനി ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ കഴിഞ്ഞ 2 വർഷത്തെയും ഈ വർഷത്തെയും നൃത്തപ്രതിഭ കേരള നടനം, ഭരതനാട്യം, കുച്ചുപിടി, മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിലാണ് 1ാം സ്ഥാനം നേടിയത്. 2010 ആദ്യ കലോത്സവത്തിൽ ഭരതനാട്യത്തിലും കുച്ചുപിടിയിലും 1ാം സ്ഥാനവും മോഹിനിയാട്ടത്തിൽ 2ാം സ്ഥാനവും നേടിയിരുന്നു. കേരളോത്സവത്തിൽ കുച്ചുപിടിയിലും സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം നേടി. രാജസ്ഥാനിൽ നടന്ന ദേശീയ യുവ ഉത്സവത്തിലും പങ്കെടുത്തു. സ്കൂൾ കാലഘട്ടത്തിൽ കേരള കലാമണ്ഡലത്തിലായിരുന്നു പഠനം. നമ്മുടെ പ്രദേശത്തുള്ള മാവനാച്ചാരി PC രവീന്ദ്രൻ, CP നിർമ്മല എന്നിവരുടെ മകളാണ്. അശ്വിനിയെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കാം. ഭാവന സുരേഷ്, കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ വിദ്യാർത്ഥിനിയാണ്. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി, മാർഗംകളി എന്നീ മത്സരങ്ങളിൽ എ ഗ്രേഡ്, ജില്ലാതല മത്സരങ്ങളിൽ മോണോ ആക്ട്, കഥാപ്രസംഗം എന്നിവയിൽ എ ഗ്രേഡ്, സംസ്ഥാന ശാസ്ത്ര നാടക മത്സരത്തിൽ എ ഗ്രേഡ്, സബ് ജില്ലാതല നാടക മത്സരത്തിൽ മികച്ച നടി, മലയാള മനോരമ റോഡ് സുരക്ഷാ പദ്ധതിയോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാന തല മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ച സെന്റ് തെരേസ സ്കൂളിന്റെ അവതാരിക, ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മോണോ ആക്ടിലും കഥാപ്രസംഗത്തിലും 2ാം സ്ഥാനം. നമ്മുടെ പ്രദേശത്ത് സുരേഷ് കുമാർ എമ്മിന്റെയും സുധാബിന്ദു ടീച്ചറുടെയും മകളാണ്. ഭാവന സുരേഷിനെ ആദരവോട് ക്ഷണിക്കും. നവജോത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിൽ അഹമ്മദാബാദിൽ പങ്കെടുക്കുകയും പ്രബന്ധം അവതരിക്കുകയും ചെയ്തു. സ്റ്റേറ്റ് സയൻസ് ഫെയർ 2010 എറണാകുളത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ആസ്ട്രോണമി ക്വിസ് ഇന്റർ ഡിസ്ട്രിക്ട് ലെവൽ 2010 വിന്നർ. ചിൽഡ്രൻസ് സയൻസ് മീറ്റ് 2010 ബീച്ചിൽ എറണാകുളത്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ഇങ്ങനെ ശാസ്ത്രരംഗത്ത് നമ്മുടെ പ്രദേശത്തിന്റെ മൊത്തം പ്രതിഭയായിട്ടുള്ള നവജോത് MP മുണ്ടേരിയിലെ ജനാർദ്ദനന്റെയും കീനയുടെയും മകനാണ്. മഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നവജോതിനെ ആദരവോടെ ക്ഷണിക്കുന്നത്.